ഫ്രഷേഴ്സ് ഡേ ഒക്കെയാണ് വന്നത്. അതിന് ഇത്തവണയിലും മാർക്കൊക്കെ ആരെ വേണോന്ന് ഇപ്പൊ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചാണ്. പ്രാവശ്യം എന്തായാലും സെറ്റ് ആക്കൂടാ. 15 പേരുണ്ടായ ഗ്യാങ് ആണ്. ഇപ്പൊ പോയിട്ട് നമ്മ 3 പേര് മാത്രമേ ഉള്ളൂ. അവന്മാർക്കൊക്കെ അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾക്കൊന്നതില്ല. നിങ്ങക്ക നമ്മക്കെന്ന് പറ. ഇങ്ങനെ കഴിവില്ല എന്നൊന്നും ഇങ്ങനെ പറയല്ലേ. ഈ തവണ ഞാൻ സെറ്റാക്കി എടുക്കും. ഹലോ തുറന്ന കാറ്റിനോട് നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോ ചേട്ടാ, ഈ ബോണ്ടണി ലാബ് എവിടെയെന്നറിയോ? പെണ്ണിനിത്ര ദേഷ്യമെന്താ? ഹലോ ഈ ബോട്ടിൽ ലാബ് എവിടെ? കുട്ടി ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് നേരെ പോയിട്ട് റൈറ്റ് തിരിയുമ്പോ തന്നെ അവിടെ ഒരു വെള്ള ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഒന്നുമല്ല, അങ്ങോട്ട് മാറിക്കുട്ടി. അതൊന്നുമില്ല, ഇവിടുന്ന് നേരെ പോവുക. അവിടെ ചെല്ലുമ്പോ റൈറ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്. അത് കഴിയുമ്പോ ഒരു വൈറ്റ് ബിൽഡിംഗ് കാണും. അതാണ് ബോട്ടണി ലാബ്. എന്തോന്നടേ മോളെ, വെള്ള ബിൽഡിംഗ് അല്ല പച്ച ബിൽഡിംഗാ. കഴിഞ്ഞ ആഴ്ച പെയിന്റ് അടിച്ച് ഇമാര് ക്ലാസ്സിലൊന്നും കേറാറില്ല. ഏത് പച്ച? താൻ കണ്ടായ ബിൽഡിംഗ് തനിക്ക് അറിയാൻ പാടില്ല. അയ്യോ കുട്ടി, ഇടി പിടിച്ചതല്ല കുട്ടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, കുട്ടീനെ കണ്ടപ്പോ തന്നെ ഭയങ്കര കൂടെ ഇഷ്ടമായി. ഇല്ല, ഫസ്റ്റ് കണ്ടത് ഞാനാ. എനിക്കാണ് ആദ്യം ക്രഷ് അടിച്ചത്. കൂട്ടുകാരന്റെ ഗേൾഫ്രണ്ട് ഞാൻ നോക്കൂല. ബോട്ടണി ലാബില് എന്ത് പരിപാടി? അവിടെ എന്റെ ബോയ് ഫ്രണ്ട് ഉണ്ട്, അവനെ കാണാൻ പോവാനും. തമാശക്കാണെങ്കിലും അങ്ങനെ പറയല്ലേ മോളെ. ഞാൻ ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞ കൊച്ചി ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ബൈ. എന്റെ അച്ഛൻ്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞ അച്ഛൻ നോക്കിയാ പറ. ചിരിക്കണം നീക്ക. ഇയാളെ കൊള്ളപ്പം നീ പറഞ്ഞോ. വേണ്ട, അവിഹിതോ. ബാബോ സാധാരണ